കുഴികൾ ഇങ്ങനെ അനാസ്ഥമായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഈ വെള്ളം കയറി ഒരാൾ ചരിഞ്ഞ് വീണാൽ ഉടനെ പൊത്തു കയറും. വെള്ളം പോകണമെങ്കിലും മഴ നിൽക്കണം. ഈ ബൈപ്പാസ് ക്രോസ് ചെയ്ത് വെള്ളം അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. അത്രയ്ക്ക് വെള്ളമായിരുന്നു. ജനങ്ങളെ തേച്ച് സർക്കാർ ഉണ്ടാക്കുന്ന നികുതി വെട്ടിപ്പാണ്. ശരിക്കും തലസ്ഥാനം കട്ടുമുടിക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാര്. മഴ സമയത്ത് എല്ലാ സമയത്തും ഇങ്ങനെ തന്നെ. ആ കാലവർഷം വരുമ്പോഴൊക്കെ വെള്ളം തന്നെ. ഇതിനെ ഒന്ന് വെള്ളം പോകാനുള്ള രീതിയിൽ ആക്കിയാൽ മാത്രം മതി ഇതിൻ്റെ പകുതി പ്രശ്നവും പരിഹരിക്കാൻ. കൊടും ചൂടിനാശ്വാസമായി പെയ്ത വേനൽ മഴ കലിതുള്ളി. തകർത്തു പെയ്ത മഴയിൽ തലസ്ഥാനം വിറച്ചു. നഗരം വീണ്ടും വെള്ളക്കെട്ടിലായി. ദുരിതക്കയത്തിൽ നഗരവാസികൾ. മഴ പെയ്താൽ തലസ്ഥാന നഗരം മുങ്ങുന്നത് ഇപ്പോൾ സ്ഥിരമാണ്. പണ്ട് തമ്പാനൂരായിരുന്നു വെള്ളക്കെട്ട്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി നഗരത്തോട് ചേർന്ന പ്രദേശങ്ങളെല്ലാം മഴ പെയ്താൽ മുങ്ങും. വീട്ടിൽ കയറും വെള്ളം. 2023 നഗരവാസികൾ മറന്നിട്ടില്ല. ഗൾഫിലെ റോഡല്ലേ പറഞ്ഞേക്കുന്നത് പിണറായി. ഇതാ കണ്ടോ, നേരിട്ട് കണ്ടോളാൻ പറ. വർഷം കൊണ്ട് ഞങ്ങൾ വെള്ളത്തിൽ കിടക്കണമെന്ന് ഈ കുട്ടികൾ 14 വർഷം കഴിഞ്ഞ് കിട്ടിയപ്പോഴാണ് വെന്റിലേറ്ററിൽ കിടന്ന്. ഇവിടെ എല്ലാം എൻ്റെ അയൽക്കാർ ഇവിടെ കിടക്കണോണ്ട് ഞാൻ എൻ്റെ മോൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല മക്കളെ. ഞങ്ങൾ എന്ത് ചെയ്യും? റോഡ് താന്നാലേ വെള്ളം തരുള്ളൂ. റോഡിൽ വെള്ളം പോയാലേ വെള്ളം തരുള്ളൂ. വെള്ളം കൊണ്ട് നിറയുകയും ചെയ്യും. ഓരോ വണ്ടി പോകുമ്പോൾ തിരയടിക്കുന്നിടക്കാണ് വീട്ടിൻ്റെ അകത്ത് വെള്ളം കയറുന്നത്. അഴുക്ക വെള്ളമാണ് കയറുന്നത്. തലസ്ഥാനത്തെ അധികൃതർ ഇനിയും പാഠം പഠിച്ചിട്ടില്ല. കാലവർഷം എത്തുന്നതിനു മുന്നേ മഴ കനത്തു. മഴക്കാല പൂർവ്വ ശുചീകരണം പാളി. രാവിലെ ചാലക്കമ്പോളത്തിലെത്തിയ സ്റ്റെഫിൻ മുട്ടറ്റം വെള്ളത്തിലായിരുന്നു. തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിൽ ഇപ്പോൾ കാൽനടയായോ അല്ലെങ്കിൽ വാഹനത്തിലോ വരുന്നതിലും നല്ലത് ബോട്ടിലോ വള്ളത്തിലോ ഒക്കെ വരുന്നതാണ്. അതാണ് ഇപ്പോൾ നിലവിൽ ചാല മാർക്കറ്റിലെ അവസ്ഥ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കടകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. സമീപത്തുള്ള ശ്രീ മുത്താരമ്മൻ ക്ഷേത്രമുണ്ട് ചാലയിലെ. അതിൻ്റെ മണ്ഡപത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറിയ ഒരു അവസ്ഥയിലാണ്. ഈ അമ്മയുടെ കടയൊക്കെ ഏകദേശം വെള്ളക്കെട്ടിൽ പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. ഈ സമീപത്തുള്ള പലചരക്കടയിലേക്കൊക്കെ വെള്ളം കയറിയ ഒരു സ്ഥിതിയാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മളിവിടുത്തെ കച്ചവടക്കാരനാണ്. ആ വണ്ടി അകത്ത് കയറാൻ വഴിയില്ല. അതുകൊണ്ട് കൊടുക്കണവർക്ക് സമയത്തിന് സാധനം എത്തിച്ചേ പറ്റൂ. ഇപ്പോൾ ചെമന്ന് കയറ്റയാണ്. ആട്ടോക്കാരനെ വിളിച്ചിട്ട് വരൂല. അവൻ്റെ വണ്ടി വെള്ളം കയറും. ആ വെള്ളം കയറി 5000, 6000, 10 രൂപ അതിന് ചിലവാകും. അതുകൊണ്ട് അവൻ വരൂല. ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഈ പ്രതിസന്ധി ഇവിടെ ഉണ്ടായിരുന്നു? വെള്ളം കയറി ഉണ്ടായിരുന്നു. സാധാ മഴ പെയ്താൽ വെള്ളം കെട്ടുന്നത് എല്ലാവർക്കും അറിയാം. അപ്പം അതിനുള്ള സംവിധാനം ആരും ചെയ്തിട്ടില്ല. അതിനുള്ള പണി നടക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ സ്പീഡിൽ നടന്നാൽ നമുക്ക് അത്ര എളുപ്പം. തീർച്ചയായിട്ടും ഈ സമീപത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും ഓടയുടെയൊക്കെ അല്ലാതെ എല്ലാ കുഴിയും വാരിയിട്ട് ഇപ്പം എല്ലാം മനുഷ്യനെ കൊല്ലിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഇപ്പോൾ കച്ചവടം നടക്കുന്ന മാർക്കറ്റാണ്. ഇപ്പോൾ മാർക്കറ്റ് ഇത് ഏതെന്ന് അറിയാത്ത രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞതുപോലെ നെതർലൻഡ്സിൽ നിന്ന് പഠിച്ചുകൊണ്ടുവന്ന റൂം ഫോർ റിവർ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ആണ് ഇവിടുത്തെ കാഴ്ച. കാരണം എല്ലാ കടകളിലും റിവർ എത്തിയ ഒരു സ്ഥിതിയാണുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആളുകൾക്ക് സുരക്ഷിതമായി നടക്കുന്നതിന് വേണ്ടി കഴിയുന്നുണ്ട്. കാരണം ഇവിടെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺക്രീറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാതെ ഇങ്ങനെ നടക്കാം. പക്ഷേ അവിടെ നടക്കുമ്പോഴും സൂക്ഷിക്കണം. വലിയ കമ്പിയുണ്ട്, വലിയ കുഴിയൊക്കെ ഉണ്ട്. അത് സൂക്ഷിച്ച് നടന്നു കഴിഞ്ഞാൽ സുരക്ഷിതമായി പോകാം. പക്ഷെ ആരും ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവരുടെ കച്ചവടമൊക്കെ തന്നെ പൂർണ്ണമായും ഒരു സ്തംഭിച്ച അവസ്ഥയിലാണ് ഈ കഴിഞ്ഞ 2 ദിവസമായുള്ളത്. ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെ. മഴവെള്ളം വന്നതാ കച്ചവടക്കാരിരിക്കണല്ലേ. ഇതേ കണക്ക് എല്ലാ ഇവിടെ ഒരു 5-6 കടകൾ പൂട്ടിയതോ. അതൊക്കെ തുറന്ന് ഇരിക്കുന്ന കടകളാണ്. എല്ലാം അടച്ചു പൂട്ടിയിട്ടുണ്ട്. വെള്ളത്തിൽ എന്തിനായി
സാധാരണക്കാരുടെ കച്ചവടങ്ങൾ പോകും. അത്ര തന്നെ. കച്ചവടം ഒന്നും ഒട്ടുമില്ല. മഴ 2 ദിവസം കൊണ്ട് വെള്ളപ്പൊക്കം. ഇവിടെ പുതിയ മറ്റേ സ്മാർട്ട് സിറ്റിയുടെ കണക്കാക്കി വെച്ച റോഡ് ഫ്രണ്ടിൽ അടച്ചിട്ടേക്കുന്നുണ്ട്, വെള്ളം പോകുന്നില്ല. ആ റോഡ് ഓടാണ് തോണ്ടി മാറ്റി കൊടുത്താൽ കുറച്ച് വെള്ളം പോയായിരുന്നു, ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഇതേ മോഡലായിരുന്നു, നിറച്ചും വെള്ളമായിരുന്നു. 10,000-4,000 രൂപ ടിക്കറ്റ് ബാലൻസ് വന്നു. ഇന്നും അതേപോലെ 10,000 ടിക്കറ്റ് കിടക്കുകയാണ്. ഇതൊന്നും വിറ്റ് തീരാൻ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ 3 മണിക്കാണ് നറുക്കെടുപ്പ് കൂടി ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ടേ ഉള്ളൂ. ഇത്രയും വെള്ളം കയറി ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഓട ക്ലിയർ ചെയ്തില്ല, അതാണ് മെയിൻ പ്രശ്നം. അല്ലെങ്കിൽ ഇത്ര എല്ലാ വർഷം തോറും ഉള്ളതാണ് ഈ വെള്ളം ഇങ്ങനെ കയറുന്നത്. ഇതിപ്പോൾ കൂടിപ്പോയി. കൃത്യമായി സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം നടത്തിയിരുന്നുവെങ്കിൽ, വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഒരുക്കിയിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി ഒന്നും തന്നെ ഈ സാധാരണക്കാരായ കച്ചവടക്കാർക്ക്, പാവപ്പെട്ട മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. ഓടകൾ മാലിന്യത്താൽ നിറഞ്ഞതിനാൽ വെള്ളക്കെട്ട് രൂക്ഷമായി. വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാത്ത അവസ്ഥ. ചാല അരിക്കമ്പോളത്തിലെ വ്യാപാരികളുടെ ദുരിതം നേരിട്ട് പോയി കണ്ടത് ഗോകുലാണ്. ഈ കഴിഞ്ഞ 2-3 ദിവസമായി പെയ്ത മഴയിൽ വലിയ കുളമായി തന്നെ മാറിയിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ ഓട നവീകരണം അടക്കം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനോട് ചേർന്നുള്ള ഓടകളിൽ നിന്നുള്ള വേസ്റ്റ് അടക്കമുള്ളവ മാറ്റാൻ നിലവിൽ നഗരാധികാരികൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ കുഴിയിലാണ്. നമ്മൾ ഈ കാണുന്ന കടകളൊക്കെ തന്നെ അരിക്കച്ചവടം അടക്കം നടത്തുന്ന, അല്ലെ അരിക്കച്ചവടം അടക്കമുള്ള കടകളൊക്കെ തന്നെയാണ്. നമ്മളെ ബുദ്ധിമുട്ട് വേണ്ട. ഇപ്പോൾ ചാക്കെടുത്തുകൊണ്ട് ഒരു വെള്ളത്തിൽ കൂടെ നമ്മൾ കൊണ്ടുവരും. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. ഇവിടെ ഈ ഒരു 6 മാസത്തിൽ കൂടുതലായി റോഡ് പണി തുടങ്ങി. ഇവന്മാർ പണിയൊന്നും ചെയ്യുന്നു. ഇതുപോലെ വെട്ടി കുടിച്ചിട്ടിട്ട് പോകുന്ന ജോലി മാത്രമേ ഉള്ളൂ. വളരെ കംപ്ലീറ്റ് മുഴുവൻ സാധനം ഡാമേജ്. പിന്നെ ഇന്നലെ കംപ്ലീറ്റ് ഞായറാഴ്ചയിലും തൊഴിലാളി വിളിച്ച് കംപ്ലീറ്റ് മാറ്റി. ഒരുപാട് 14 കണക്കിന് പൈസ നഷ്ടം വന്നിട്ടുണ്ട്. 2 ദിവസം കൂടി ഈ അവസ്ഥയാണ് ബസാർ. അപ്പോൾ ഇപ്പോൾ ഇത്രയും പേര് വീണ് പരാതി പറഞ്ഞതിന് ശേഷം ഇപ്പോൾ 1 മണിക്കൂർ മുന്നെയാണ് ഈ റിബൺ തന്നെ കിട്ടിയത്. സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗമായിട്ട് തുടങ്ങിയ സ്മാർട്ട് റോഡ് സിറ്റി ഇപ്പം സ്മാർട്ട് റോഡ് സിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് എത്രയോ ലക്ഷം ആൾക്കാർ ജീവിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയാണോ ജോലി ചെയ്യുന്നത്? യുദ്ധകാലാടിസ്ഥാനത്തിൽ ജോലി ചെയ്യണം. ഇതിന് വേണ്ടപ്പെട്ട നേതാക്കന്മാർ, ഇവിടുത്തെ MLA-മാർ, ഇവിടുത്തെ MP-മാർ അതെല്ലാം ഇടപെട്ട് ജോലി എത്രയും പണി തീർക്കാൻ വേണ്ടി ഒരു തീരുമാനം ഉണ്ടാവണം. ഞങ്ങൾ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ് വർക്ക് ചെയ്യട്ടെ. പക്ഷേ ഇത് വന്നിട്ട് ഇത് പൂർത്തീകരിക്കുമ്പോൾ നേരത്തെ ഉള്ളതിനേക്കാളും ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും. ഇത് പോകുന്ന ഓട മൈതാനത്തുള്ള അടഞ്ഞു കിടക്കുക, അത് ക്ലീൻ ചെയ്താൽ മാത്രമേ ഈ വെള്ളക്കെട്ട് പോകും. ശനിയാഴ്ച രാത്രി പെയ്ത മഴയിൽ കിള്ളിപ്പാലം, അട്ടക്കുളങ്ങര റോഡിന്റെ ഭാഗത്തൊക്കെ വെള്ളം കയറി. ഇന്നലെ അമൽ ഇവിടെ വന്ന് കണ്ട കാഴ്ച നിങ്ങളൊന്ന് കാണണം. അതിനുശേഷം ഇന്നത്തെ കാഴ്ച കാണിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അന്തർ സംസ്ഥാന ജലപാതയ്ക്ക് സമീപമോ അല്ലെങ്കിൽ മൺട്രോ തുരുത്ത് പോലെ ഏതെങ്കിലും തുരുത്തിന് സമീപത്തോ അല്ല. ഇത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിലെ അവസ്ഥയാണ് ഈ കാണുന്നത്. ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് തിരുവനന്തപുരം നഗരത്തിലും മലയോര മേഖലയിലും എല്ലാം പെയ്തത്. ആ മഴ കഴിയുമ്പോൾ തിരുവനന്തപുരത്തെ അവസ്ഥ ഇങ്ങനെയായി മാറുകയാണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല, പക്ഷേ ഇപ്പോൾ ആ പ്രശ്നം ഗുരുതരമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ഈ ബോർഡുണ്ട്, തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും അധികം കാണുന്ന ബോർഡുകളിലൊന്നായി ഇത് മാറിയിരിക്കുന്നു. റോഡ് ക്ലോസ്ഡ്, ടേക്ക് ഡീവിയേഷൻ. ഇത് തന്നെയാണ് എല്ലായിടത്തെയും അവസ്ഥ. സ്മാർട്ട് റോഡിന്റെ നിർമ്മാണം നടക്കുന്നു എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി മാറിയിരിക്കുന്നത്. ഈ ഇരിക്കുന്ന കടകളിലെല്ലാം ആളുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം അടച്ചുപോയ അവസ്ഥയാണ്. അവിടെ തുറന്നിട്ടൊരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടുന്ന് വല്ലോ ചങ്ങാടത്തിലോ വള്ളത്തിലോ ഒക്കെ വേണം സാധാരണ വരുന്ന ഒരാൾക്ക് നനയാതെ അവിടേക്ക് എത്തണമെങ്കിൽ എത്താൻ. അല്ലെങ്കിൽ ഇപ്പോൾ ആ ചേച്ചി നടന്നു വരുന്നത് പോലെ വെള്ളത്തിലൂടെ നടന്ന് വരേണ്ട അവസ്ഥയാണ്. അതിനാൽ തന്നെ ആളുകൾ ആരും കടയിലേക്ക് വരുന്നില്ല. നമുക്ക് ഈ ദൃശ്യം അങ്ങ് നോക്കിയാൽ കാണാൻ കഴിയും. അവിടെ ഒരു ഹോട്ടൽ തുറന്നിട്ടുണ്ട്. അതിലേക്ക് പോകണമെങ്കിൽ ഒരൊറ്റ പാലം ഇട്ടിരിക്കുന്നു. അതിനപ്പുറത്തേക്കുള്ള ഒറ്റ കടകളും തുറക്കാത്ത അവസ്ഥയുണ്ട്. അവർക്ക് തുറന്നു വെച്ചാലും ഇവിടേക്ക് ആളുകൾ എത്തില്ല എന്ന് ഉറപ്പുള്ളതിനാൽ സ്വാഭാവികമായി അവർ തുറന്നിട്ടില്ല. ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയത കൂടി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. വെള്ളം ഒഴുകി പോകുന്നതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഒരിടത്തും ക്രമീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതേ സ്ഥലത്ത് ഇന്നത്തെ അവസ്ഥ അറിയാൻ സ്റ്റെഫിൻ വന്നു. ദുരിതം പറഞ്ഞവർക്കൊപ്പം ഒരാളുടെ ന്യായീകരണവും കേട്ടു. ഈ മഴ വരുമ്പോഴാണോ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ പൂർവ്വ ശുചീകരണത്തെ പറ്റി ചിന്തിക്കേണ്ടത്, മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്? അല്ല, അതിനൊക്കെ മുമ്പ്, വളരെ മുമ്പ് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. വേനൽ മഴ വരുന്നതും കാത്തിരിക്കുകയാണ്. ഇന്നാണ് യഥാർത്ഥത്തിൽ ആ പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങുന്നത്. ആമേഴഞ്ചൻ തോട് വൃത്തിയാക്കുന്ന നടപടികളൊക്കെ തുടങ്ങുന്നത്. അതൊന്നും ചെയ്യേണ്ടിയിരുന്നതെന്നല്ല, കൃത്യമായ ഒരു വീഴ്ച ഈ നഗരസഭയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. 6 മാസമായി ഇത് കിടന്നിട്ട്
ഒരു സൈഡ് ഇത് ആക്കിയിട്ട് അവർ ചെയ്യാത്തത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്ക്. ഇത് യഥാർത്ഥത്തിൽ ഇത് അറിയില്ല. വെള്ളം അടിച്ചു കൊണ്ടുവന്ന് ഓട വീഴുന്നെന്ന് പറയും. പലയിടത്തും ഈ വീടിന് മുന്നിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നു. അവർക്ക് വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഏതൊരു ഇതുമില്ല. ഡ്രൈനേജ് വെള്ളം, മൊത്തം ഡ്രൈനേജ് വെള്ളമാണ്. വല്ലാത്ത ദുഃഖമാണ് നമുക്ക്. എവിടെയാ വീട്? എന്താ ഒരു സ്ഥിതി എന്താ ചേട്ടാ ഇവിടെ? ഇവിടെ ഇപ്പോൾ ഒരു സ്ഥിതി കുഴപ്പമൊന്നുമില്ല. ഒരു കുഴപ്പമില്ല. വെള്ളത്തിന് മഴ നേരത്തെ മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുള്ളതെന്നല്ലോ കാലാവസ്ഥ നിരീക്ഷണം തീവ്ര മഴ ഉണ്ടാവുമെന്ന്. അതിൻ്റെ ഒരു മഴയുണ്ട്. അപ്പൊ ഈ റോഡിൽ ഇങ്ങനെ ഈ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അത് റോഡ് ഓടയാണത്. വെള്ളം കയറി കിടക്കണല്ല, ഓട കെട്ടാൻ വേണ്ടിയാണ്. ഏതാ ഓട? ഇത് ഓടയാണ്. ഈ കടകളിലോട്ട് വെള്ളം കയറുന്നത് ആളുകൾക്ക് വീടിന് പുറത്തിറങ്ങാത്തതൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല. താങ്കൾ ചോദിച്ചതിന് മറുപടി പറയണം. ഇതിപ്പോ ഓടയാണ്. ഈ ഓട കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയുള്ള കുഴിയെടുത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്തു, അതിന്റെ വെള്ളമാണ് കെട്ടിക്കിടക്കുന്നത്. മഴ തോരുമ്പോൾ അത് മാറും, ഓട കെട്ടും. യാതൊരു ബുദ്ധിമുട്ടുമില്ല. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ മാതൃഭൂമിക്ക് പരിഹരിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടുണ്ട്. പരിഹരിക്കേണ്ടവരെന്ത് ചെയ്യുന്നു? പരിഹരിക്കേണ്ടവരത് മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും കാലവർഷവും വേനൽ മഴയൊക്കെ ഉണ്ടാവുന്നതന്നല്ലോ. ഇവിടുത്തെ സ്ഥിതി മഴ പെയ്തുകൊണ്ട് മാത്രമാണോ? ഇവിടുത്തെ ഈ പ്രശ്നം മഴ പെയ്തുകൊണ്ടാണ്? ഇവിടുത്തെ സ്ഥിതി ഇപ്പൊ മഴ പെയ്തുകൊണ്ടാണ്. പണിയിടക്കല്ലേ. ആ പണി എന്ന് 2 മാസങ്ങൾക്ക് മുമ്പ് തീരുമെന്ന് പറഞ്ഞ പണിയാണ്. ആ പണി ഇങ്ങനെ ഈ മാസം 31-ാം തീയതി പണി തീർത്തു കൊടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 24-ാം തീയതി തീരുമെന്ന്, അതായത് മാർച്ച് 24-ന് തീരുമെന്ന് ആദ്യം മേയർ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഏപ്രിലിൽ തീരുമെന്ന് മന്ത്രി പറഞ്ഞായിരുന്നു. ആ പണി തീർന്നിട്ടില്ല. ഇവിടെ ഇപ്പൊ നേരത്തെ സംസാരിച്ചവരൊക്കെ പറഞ്ഞു അവർക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ആരും പുറത്തൊന്നും ഇറങ്ങുന്നില്ലല്ലോ ഇവിടെ. എല്ലാവരും വീടിനൊക്കെ പുറത്ത്. ഇതേപോലെ വലിയ കിടങ്ങുകൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ എന്ത് സുരക്ഷാ സംവിധാനമുണ്ട്? അതുകൂടെ എല്ലാവർക്കും അറിയാം. ഇവിടെ ഉള്ള ആളുകൾക്ക് എത്രയും അറിയാം. ഇവിടെ ഉള്ള ആളുകൾ മാത്രമാണോ തിരുവനന്തപുരത്ത് ഇതിലെ യാത്ര ചെയ്യുന്നത്? അല്ല, എല്ലാവരും കൂടെ ഓടയിൽ കൂടെ ആരും യാത്ര ചെയ്യാറില്ലല്ലോ. ഈ കടയിലോട്ട് ഒരാൾക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ കടയിൽ പോകണ്ട, വേറെ കട ഉണ്ടല്ലോ. ഇതൊക്കെയാണ് ന്യായീകരണങ്ങൾ. ഈ നഗരസഭയുടെ അധികൃതർ ന്യായീകരിക്കുന്ന പോലെ ചില ആളുകളൊക്കെ തന്നെ വന്ന് ന്യായീകരിക്കുന്നുണ്ട്. അവരുടെ ന്യായീകരണം കേൾക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ശരിയാണ് വരുന്നത്. തമ്പാനൂരിലെ വെള്ളക്കെട്ടിന് ആശ്വാസമായത് ഓപ്പറേഷൻ അനന്തയായിരുന്നു. പക്ഷേ അത് പകുതിയിൽ നിലച്ചതിന്റെ ആശങ്ക ഇപ്പോൾ ജനങ്ങൾക്കുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ചെറിയൊരു മഴ പെയ്താൽ വെള്ളക്കെട്ടായി മാറുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനും അടങ്ങുന്ന പ്രദേശത്ത് സഞ്ചരിക്കാനേ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല സ്ഥിതി. ഇപ്പോൾ മഴ കുറേ അധികം സമയം നിന്ന് പെയ്താൽ, കനത്ത മഴയുണ്ടായാൽ മാത്രം നേരിയ തോതിലൊരു വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സ്ഥലമായി ഇത് മാറിയിട്ടുണ്ട്. അതുതന്നെ വലിയ ആശ്വാസം. അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. 2015 തുടങ്ങിവെച്ച തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച വിഷയത്തിൽ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ അനന്ത. UDF സർക്കാരിൻ്റെ കാലത്ത് ജിജി തോംസൺ ചീഫ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ബിജു പ്രഭാകർ തിരുവനന്തപുരം കളക്ടറുമായിരിക്കെ നടത്തിയ ലക്ഷ്യബോധത്തോടെയുള്ള ഒരു പദ്ധതിയായിരുന്നു അത്. തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും അധികം വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശമായ തമ്പാനൂരിനെ രക്ഷിച്ചത് അങ്ങനെയാണ് എന്ന് പറയാൻ കഴിയും. പണ്ട് നിൽക്കുന്ന ഇനിയിപ്പോൾ 87-ലൊക്കെ എന്നിട്ട് ഒരാഴ്ച വെള്ളം തങ്ങി നിന്നുള്ള സമയം ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ അതില്ല, ഇപ്പോൾ കുറേ മാറ്റങ്ങളുണ്ട്. ഇടയ്ക്ക് കുറച്ച് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ റോഡ് പൊക്കിയതിന് ശേഷം വീണ്ടും വെള്ളക്കെട്ടായി. വീണ്ടും പഴയതുപോലെ ഇവിടെയൊക്കെ എല്ലാവരുടെയും വീടുകളിലും എല്ലായിടത്തും വെള്ളം കയറുകയാണ്. ആ പദ്ധതി പ്രകാരം ഇവിടെ അടഞ്ഞു കിടന്നിരുന്ന ഓടകളെല്ലാം വൃത്തിയാക്കി വെള്ളം കൃത്യമായി ഒഴുകി പോകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി ഏകദേശം 10 കിലോമീറ്ററിന് മുകളിൽ വരുന്ന സ്ഥലത്തെ കയ്യേറ്റങ്ങൾ, ഈ ഓട കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം ഒഴിപ്പിച്ചുകൊണ്ടാണ് അന്ന് ഓപ്പറേഷൻ അനന്ത നടപ്പാക്കിയത്. പക്ഷേ ഇപ്പോൾ ഓപ്പറേഷൻ അനന്തയുടെ സ്ഥിതി എന്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഓപ്പറേഷൻ അനന്തയുടെ 2ാം ഘട്ടം നിലച്ചു പോയിരിക്കുന്നു. ആ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു ഓടയുണ്ട്. ആ ഓട എന്ന് പറഞ്ഞാൽ 3/4 ഭാഗവും മണ്ണും കയറി വേസ്റ്റുമായിട്ട് പ്ലാസ്റ്റിക്കുമായിട്ടൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ്. അതൊക്കെ ക്ലീൻ ചെയ്താലേ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു ഇതൊക്കെ. ആ ഓട ക്ലിയർ ആയി കഴിഞ്ഞാൽ കുറേയൊക്കെ ഇവിടുത്തെ വെള്ളം മാറിക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അന്ന് ഓപ്പറേഷൻ അനന്ത വിജയകരമായി പൂർത്തിയായെങ്കിലും ആ പദ്ധതി അവസാനിച്ച ശേഷം അതിന് ബദലായി അല്ലെങ്കിൽ അതിന് സമാന്തരമായി മറ്റൊരു പദ്ധതി കൊണ്ടുവരാൻ കഴിയാത്തതാണ് തിരുവനന്തപുരം നഗരം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണം. നിങ്ങൾ ഇത് കണ്ടോ? തിരുവനന്തപുരം നഗരത്തിലെ കാട്, പാർവതി പുത്തനാറ്. ഈ പാർവതി പുത്തനാറിന്റെ വീണ്ടെടുപ്പിനായി കോടികൾ മുടക്കി, എങ്ങും എത്തിയില്ല.
മഴക്കാല പൂർവ്വ ശുചീകരണത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിൻ്റെ ഉദാത്തമായൊരു മാതൃക കാണിച്ചു തരാം. ഇത് പാർവതി പുത്തനാറാണ്. അതിന് മുകളിലാണ് ഇത്തരത്തിൽ മരമൊക്കെ ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത്. കാടാണോ തോടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ രണ്ട് ഭാഗത്തുമുള്ളത്. അതോടൊപ്പം നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ കഴിയും വെള്ളത്തിന് മുകളിൽ കൃഷി ചെയ്യുന്ന, വനം വളർത്തുന്ന അതിനൂതനമായ ഒരു സാങ്കേതിക വിദ്യയാണ് യഥാർത്ഥത്തിൽ ഇവിടെ സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു കാലഘട്ടത്തിൽ ജലഗതാഗതം ഉണ്ടായിരുന്ന സ്ഥലമാണ് പാർവതി പുത്തനാർ. അതാണ് ഇത്തരത്തിൽ ഇങ്ങനെ കിടക്കുന്നത്. ഈ നഗരത്തിലെ വെള്ളക്കെട്ടിനും ഗുരുതരമായ ഇത്തരം പ്രശ്നങ്ങൾക്കും കാരണവും ഇതുതന്നെയാണ്. കാരണം ഈ മലിന ജലം ഒഴുകി കടലിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന മാലിന്യമെല്ലാം എടുത്തു മാറ്റുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇത് പണ്ട് നിങ്ങളിവിടെ നീന്തിക്കുളിച്ച സ്ഥലമാണെന്ന് തോന്നുന്നു അല്ലേ? നീന്തി കുളിച്ചാറാണ്. നമ്മളിവിടെ ഈ പാലത്തിന് ചാടി നേരെ നീന്തി പൊന്നറ പാലം വരെ പോകും. ഇപ്പം അതിനുള്ള സൗകര്യം ഇല്ല. ഇവിടുത്തെ ഒരു പ്രതിസന്ധിക്ക് ഈ പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രതിസന്ധിക്ക് പ്രധാന കാരണം എന്താ? ഇത് ഡ്രൈനേജും അങ്ങനെയുള്ള പദ്ധതിയൊന്നും ഈ ഭാഗം ഇല്ല. പിന്നെ പാവങ്ങൾ വെളിയിൽ നിന്ന് എല്ലാവരും കൊണ്ട് വേസ്റ്റ് കിട്ടാണ്. ഇവിടെ ഉള്ളവർ തള്ളുന്നേ ഇല്ല. വണ്ടികളിൽ വന്നിട്ട് അവിടെ തള്ളിയിട്ട് പോകും. സ്ഥലവാസികൾ എന്ന് പറഞ്ഞാൽ കുറച്ചുപേർ മാത്രമേ ഈ ഭാഗമുള്ളൂ, അല്ലാതെ വേറെ ആരും ഇല്ല. അങ്ങും ഇങ്ങും താമസിക്കുന്നത് വേസ്റ്റ് തള്ളും. ഈ വെള്ളം ബ്ലോക്കായി കിടക്കണം. അതൊന്നും ചെയ്യാനുള്ള സൗകര്യം ചെയ്യാൻ ഒരു മാർഗവും ഇപ്പൊ ഇല്ല. കാലാകാലങ്ങളിൽ അവർ നടത്തി വരുന്ന അസംതവ്യമായ നടപടിക്രമങ്ങളും പെരുമാറ്റങ്ങളും ഒക്കെയാണ് നമ്മുടെ ഈ തലസ്ഥാന നഗരിയെ ഇത്രത്തോളം ദുരന്തത്തിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ കണ്ണുനീര് പോലത്തെ ശുദ്ധിയുള്ള വെള്ളമുണ്ടായിരുന്ന ആറാണ് പാർവതി പുത്തനാറ്. ഇവിടെ നിന്ന് ഒരു ആണയുടെ തുട്ട്, പണ്ടത്തെ ഒരു ആണയുടെ തുട്ടെടുത്ത് ആറ്റിലെറിഞ്ഞാൽ അത് എവിടെ കിടക്കുന്നു എന്ന് കരയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അത് മുങ്ങിപ്പോയി എടുത്തുകൊണ്ട് വരാൻ കഴിയും. പാർവതി പുത്തനാറ് ഇവിടെ ഇന്ന് കാട് പിടിച്ച് കിടക്കുകയാണ്. കുലവാലകളും തെങ്ങും തോപ്പുകളുമായിട്ട് മാറിക്കിടക്കുകയാണ്. ഈ പ്രദേശത്തുള്ള സകല ചപ്പും ചവറുകളും ഈ ആറ്റിൽ നിക്ഷേപിച്ച് ഇവിടെ ആറാണോ കുളമാണോ അതാ മൈതാനമാണോ അതാ കാടാണോ എന്നുള്ളതിനെ പോലെ തിരിച്ചറിയാൻ വയ്യാത്ത ഒരു ശോചനീയമായ അവസ്ഥയിലാണ് ഈ പാർവതി പുത്തനാറിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. മന്ത്രിമാർ ഉൾപ്പെടെ ഉള്ള ആളുകൾ ഇതൊക്കെ നവീകരിക്കും, ഇതിനൊക്കെ പ്രത്യേകമായി പദ്ധതികൾ കൊണ്ടുവരുമെന്നൊക്കെ ആവർത്തിച്ച് പറയുമ്പോഴും ഇത് തന്നെയാണ് സ്ഥിതി. ഒരുപക്ഷെ ഇത് നമ്മളിങ്ങനെ വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ പിന്നെ നമ്മുടെ ഗൂഢാലോചന മാധ്യമങ്ങൾക്ക് മേളിൽ പഴിചാരുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി വരാനിരിക്കുന്നത്. സ്റ്റെഫിൻ പറഞ്ഞ പോലെ ഇതൊന്നും മാധ്യമ സൃഷ്ടിയല്ല. മഴ പെയ്യുന്നതും മാധ്യമ സൃഷ്ടിയല്ല. പിന്നെ മുട്ടറ്റം വെള്ളത്തിൽ നിൽക്കുന്നവരുടെ ദുരിതം കാണിക്കുന്നത് മാധ്യമങ്ങളുടെ ജോലിയാണ്. ഇനിയും മഴ തുടർന്നാൽ ദുരിതം നീളും. തിരുവനന്തപുരം നഗരത്തിൽ സ്മാർട്ടാകാനിരുന്ന റോഡുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണണ്ടേ? മന്ത്രിയും മേയറും പറഞ്ഞ തീയതികളൊക്കെ കഴിഞ്ഞു. മഴയ്ക്ക് മുമ്പ് സ്മാർട്ട് റോഡ് പ്രതീക്ഷിച്ചിരുന്ന തലസ്ഥാനവാസികൾക്ക് കിട്ടിയത് ചെളിക്കുഴികൾ. അവസാനത്തെ റോഡിനിട്ടിരിക്കുന്ന ഡേറ്റ് ആണ് 24 മാർച്ച് 24 എന്ന് പറയുന്നത്. അതിന് മുൻപ് വർക്ക് തീർക്കാൻ കഴിയുമെങ്കിൽ അതിന് മുൻപ് തീർക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. മാർച്ച് 24 കഴിഞ്ഞു, ഏപ്രിൽ 24 കഴിഞ്ഞു. 4 ദിവസം കൂടി കഴിഞ്ഞാൽ മെയ് 24 ആകും. അടുത്ത മഴക്കാലം വന്നിട്ടും റോഡുകൾ ഇനിയും സ്മാർട്ടാകാനുണ്ട്. എത്ര നാളായതാണ് ജനറൽ ആശുപത്രി വഞ്ചൂർ റോഡിന് ഈ ഗതി തുടങ്ങിയിട്ട്? സ്കൂളും ആശുപത്രിയും ഒക്കെ ഉണ്ടായിട്ടും പണി ഇഴഞ്ഞു തന്നെ. ജൂൺ 3 സ്കൂളുകൾ തുറക്കും. വിദ്യാഭ്യാസ മന്ത്രിക്കും പ്രതീക്ഷയാണ് കുട്ടികൾക്ക് നടന്നു പോകാൻ പാകത്തിനെങ്കിലും വഴിയൊരുക്കുമെന്ന്. വർക്ക് നടക്കുന്നു, പൂർത്തീകരിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലാണ്. സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള റോഡുകളുടെ പണി തീരുമെന്നാണ്, നടന്നു പോകുന്നതിന് വേണ്ടി കഴിയുന്ന നിലയിൽ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ജനറൽ ആശുപത്രിക്ക് മുൻവശത്തെ ഈ റോഡ് മാത്രമാണ് സ്മാർട്ടാകാനുള്ളതെന്ന്. എന്നാൽ അങ്ങനല്ല. വഴുതക്കാട് റോഡിലെ ഈ കുഴികൾ കണ്ടാൽ മഴക്കാലത്ത് മഴക്കുഴി എടുത്തതാണെന്ന് തോന്നും. തിരുവനന്തപുരത്ത് കമ്മീഷണർ ഓഫീസിന്റെ നേരെ മുൻവശത്തുള്ള റോഡ് കഴിഞ്ഞ മാസമാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. ഇപ്പൊ ആ റോഡിന്റെ നടുക്ക് കുഴിക്കുന്നത് കണ്ടോ? ഇതാണ് ഉദ്ഘാടനത്തിന്റെ ദൃശ്യങ്ങൾ. ഡ്രൈനേജ് സംവിധാനത്തിനു വേണ്ടി കുഴിക്കേണ്ടി വന്നു എന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം. മാർച്ച് 24 എന്ന് ഞാൻ സൂചിപ്പിച്ചത് ഏറ്റവും അവസാനത്തെ റോഡ് പൂർത്തിയാക്കുന്ന നമുക്ക് നൽകിയിട്ടുള്ള നമ്മളെ റിപ്പോർട്ടർ അടിസ്ഥാനത്തിലുള്ള ഡേറ്റ് ആണ് ഈ മാർച്ച് 24 എന്ന് പറയുന്നത്. പറഞ്ഞ തീയതിയിൽ റോഡിന്റെ പണി തീർത്തിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞേനെ. റോഡ് മാത്രമല്ല, ഞങ്ങളുടെ മേയറും മന്ത്രിയും ഒക്കെ സ്മാർട്ടാണെന്ന്.
മഴ തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. ചക്രവാത ചുഴിയും ന്യൂനമർദ്ദവും ഒക്കെ ഉണ്ട്. തമിഴ്നാടിന്റെ മുകളിലെയും കർണാടക തീരത്തെയും ചക്രവാത ചുഴികളാണ് കേരളത്തിൽ മഴ കനക്കാൻ കാരണം. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുമുണ്ട്. ചക്രവാത ചുഴിയുമായിട്ട് ബന്ധപ്പെട്ട മഴ ഒരു അടുത്ത 2-3 ദിവസം കഴിഞ്ഞാൽ പോലും അതിനുശേഷം ഒരു 26-27 ശേഷം നമ്മൾ മൺസൂൺ കൂടി പ്രതീക്ഷിക്കുന്നത് കൊണ്ട് ഈ ഒരു മഴക്കാലം ഒരു 10-15 ദിവസമെങ്കിലും തുടരാനുള്ള സാഹചര്യമാണുള്ളത്. മലയോര മേഖലകളിലും തീരപ്രദേശത്തും ജാഗ്രത തുടരണം. ജില്ലാ ഭരണകൂടത്തിന്റെ മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. വിനോദസഞ്ചാര മേഖലയിൽ നല്ലതുപോലെ ഒരു അച്ചടക്കം ഉണ്ടാകണമെന്നിപ്പോൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, അവിടെ മുന്നറിയിപ്പ് ബോർഡുകളും നിയന്ത്രണങ്ങളും ഉണ്ടാകണം എന്ന് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും കേരളത്തിൽ എത്തിയിട്ടുള്ള സഞ്ചാരികൾക്ക് പ്രത്യേകമായി അലർട്ടുകൾ ലഭ്യമാക്കാനുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഒരുക്കണം എന്നും അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെയ്യുന്നത് വേനൽ മഴയുടെ കൊട്ടിക്കലാശമാണ്. കാലവർഷം ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെത്തും. വേനൽ മഴയിൽ തന്നെ തലസ്ഥാന നഗരം വെള്ളക്കെട്ടിലായി. അപ്പോൾ കാലവർഷം കൂടി കനത്താൽ എന്താകും സ്ഥിതി? നഗരവാസികളുടെ ദുരിതം എന്ന് അവസാനിക്കും? മാധ്യമങ്ങളെ പഴി പറയുന്നതിന് മുമ്പ് വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള വഴി വേണം കണ്ടെത്താൻ. വീണ്ടും കാണാം. നമസ്കാരം.